ഇതൊക്കെ റയറാണ് കേട്ടോ. പോട്ടാ ശരി ഇവിടെ കാക്കിയ. ഏത് ലുക്കിലെ ഈ ഒരു ഫ്രെയിമും നല്ല രസമുണ്ടല്ലേ. ഇനി ഇവിടെ നിൽക്കാൻ പറ്റുന്നൊക്കെ തോന്നണില്ല. നമുക്ക് വേഗം വിട്ടോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിക്ക് വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ സിറ്റി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വർക്ക്ഷോപ്പിലൊന്ന് പോകണം. സിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിറ്റി. ക്ലീൻ അല്ലേ? ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീൽസ് എല്ലാം ചെയ്ത് വണ്ടി ലോവർ ചെയ്ത് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. സ്കേർട്ടെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഹെഡ് ലൈറ്റിൽ നമ്മുടെ ഡേ ടൈം ലൈറ്റ് ഉണ്ടല്ലോ, അത് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ബാറ്റ്മാൻ ടൈപ്പ് മിറർ ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത മോഡ്സ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പേജിലുണ്ട്, കാണാത്തതുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പോയോണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു പൊട്ടൊക്കെ വരും കേട്ടോ. മുന്നേ ഞാൻ സിറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കേൾപ്പിച്ചുതരാം. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് അടിച്ചേക്കണത് അത്രയും സ്മൂത്തിലാണ് കേട്ടോ. നമ്മൾ എക്സോസ്റ്റ് അടിച്ചേക്കണത് വാലോട്രോണിക് ആണ്, പക്ഷേ സൗണ്ട് ഉണ്ടല്ലോ പക്കാ സ്മൂത്ത് സൗണ്ടാണ്. നല്ല രസം അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പൊട്ടണ ചെറിയ പൊട്ടുള്ളൂ. ട്യൂൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടി സ്റ്റോക്കാണ്. ട്യൂണിങ്ങിൽ നമ്മൾ ബോക്സ് ഇട്ടതൊന്നുമല്ല. നല്ല രസം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ളിലേക്കും അത്ര വലിയ അലമ്പായിട്ടുള്ള സൗണ്ടും ഇല്ല. അതുകൊണ്ട് നമുക്ക് വാലോട്രോണിക് ഫുൾ ടൈം തന്നെ ഓൺ ആക്കിയിട്ടിട്ട് കാമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകും. അപ്പോൾ വാലോട്രോണിക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് തീരില്ല കേട്ടോ. ഫുള്ള് കാല് പിടിച്ചു ക്ലീൻ ഓണാക്കി കണ്ടാ. സൗണ്ട് ഉള്ളത് അറിയില്ല, അതാണ് വണ്ടിയുടെ ഗുണം. മൂസിനെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, പോയോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പോണത് നമ്മുടെ സിബിയേട്ടൻ്റെ അടുത്തേക്കാണ്. സിബിയേട്ടൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സിവിക്ക് എന്താ അവസ്ഥ എന്ന് പോയി നോക്കണം. കാരണം സിബിയേട്ടൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് വണ്ടി വർക്ക്ഷോപ്പിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടി മിസ്സിങ് ഒന്നും കാണിച്ചില്ല, ഒക്കെ ക്ലിയർ ആയിക്കോണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കി നോക്കാം വണ്ടി എന്താ അവസ്ഥ എന്ന്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഇറങ്ങാം. നല്ല അടിപൊളി സിവിക്ക്. എടാ അതിൻ്റെ വീലല്ലേ? എടാ ഇതിൻ്റെ പഴയ വീലുള്ള വണ്ടി. നമുക്ക് അവനെ എന്തിനാ സ്ഥലം വണ്ടി? മാഷാല്ലാ. ഞാന് നമ്മുടെ പഴയ വീലുണ്ടായിരുന്നില്ലേ, ആ വീൽസാണ് ആ വണ്ടിമേ എടുക്കണേ കേട്ടോ. നമുക്ക് അവനൊന്ന് വിളിച്ചു നോക്കാം. അവൻ്റെ നമ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ. അവനെ വിളിച്ചു നോക്കിയിട്ട് ഞാൻ ആ വണ്ടി കാണിച്ചു തരാം. അന്ന് വീല് മേടിച്ചു പോണ സമയത്ത് ആ വണ്ടി ബിൽഡ് ചെയ്യണുണ്ടായിരുന്നുള്ളൂ. വണ്ടി പണി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസൊക്കെ അവന് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി നല്ല രസമുണ്ട് കേട്ടോ. മാഷാല്ലാ. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ എവിടെ? പന്നിറ പമ്പിലാ? ഞാനെ കണ്ട്. ഞാൻ വൈറ്റ് സിറ്റി പോകണണ്ടാ? ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് പോയോ? വണ്ടി എന്റെ മോനെ എന്ത് രസമാണ് വണ്ടി. ഏതാ സൗണ്ട് സീനിട്ടാ. വണ്ടി നോക്കാണ്ട് നോക്ക്, യൂട്ടടിക്കണ്. എന്ത് ക്ലീനാല്ലേ സാധനം. എടാ എന്റെ വീലടാ ആക്കി മിസ് ചെയ്യണടാ. ജസ്റ്റ് അവനോട് സംസാരിച്ച് ഞാൻ വണ്ടി കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ പാടത്തേക്ക് പോവാം. അതിന് ബാങ്കർ കിറ്റ് ഇതൊക്കെ ഉണ്ട്. എന്താ സീരിയസാട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ പാടത്ത് പോയിട്ട് ഞാൻ ആ സൗണ്ടും കാര്യങ്ങളും വണ്ടി ഒന്ന് കാമായിട്ട് നമുക്ക് ഇരുന്നിട്ട് കാണിക്കണല്ലോ. റോട്ടിൽ എന്തായാലും കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. പാടത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി കാണിച്ചു തരാം. വണ്ടി മാഷാള്ള ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി കാണുന്നത്. കാരണം അന്ന് വീൽസ് ഇപ്പം കൊണ്ടുപോകുന്ന സമയത്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വണ്ടി പക്ക ക്ലീൻ ആണ്. ടൈപ്പാർ കിറ്റൊക്കെ ഇട്ടിട്ട് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ നല്ല അടിപൊളി കളറും. വണ്ടി നല്ല രസമുണ്ട്. സ്റ്റോക്ക് കളർ തന്നെ കീപ്പ് ചെയ്തിട്ട് ക്ലീനിൽ പണിതിട്ടുണ്ട് കേട്ടോ. വീൽസ് നല്ല രസമുണ്ട് അല്ലേ? അതുപോലെ വീൽസിൻ്റെ കളേഴ്സും ഈ ഒരു വണ്ടിയോട് ചേരുന്നുണ്ട്. അതുപോലെ
ടൈപ്പ് ആർ ബാക്ക് കിറ്റ് ഉണ്ട്, സ്പോയിലർ മ്യൂഗൻ്റെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാങ്കർ കിറ്റ് ഉണ്ട് കേട്ടോ. സൗണ്ടാണ് ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. മ്യൂഗൻ്റെ സ്കേർട്ട് ഉണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇത് കേട്ടോ. എൻ്റെ മോൻ എന്ത് രസമല്ലേ. ഈ ഒരു സ്കേർട്ടാണ് നോർമലി ടൈപ്പ് ആറിന് വരുന്നത്. ഇതും പിന്നെ വേറൊരു ടൈപ്പും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. പേര് പറയും. തമീം. നാട്ടിലെവിടെ? ഒക്കെ എനിക്കറിയാം, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അവൻ്റെ ഫ്രണ്ട് പേരെന്താ? സിനാൻ. അപ്പോൾ വണ്ടി അടിപൊളിയിടാ. ഞാൻ എന്നാ വീല് കൊണ്ടുപോകുമ്പോൾ പണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റോക്കായിരുന്നു. എനിക്ക് പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ. ടൈപ്പ് ആർ കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പണി കഴിച്ച് പിന്നെ ഞാൻ റീൽസൊക്കെ കണ്ടു കേട്ടോ. ഹൈവേ കൂടെ ബാങ്കറൊക്കെ അടിച്ചിട്ട് പോകണതൊക്കെ ഞാൻ കണ്ടു. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ? അതാണ് എല്ലാവർക്കും കേൾക്കേണ്ടത് മെയിനായിട്ട്. ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത ഞാൻ ബാക്കിൽ നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെവി പൊത്തിയിട്ട് നിൽക്കേണ്ടി വരും. അത് സീരിയട്ടാ. വേറെ ഓടണ്ട. ഇനിയുണ്ടോ മോഡ്? കഴിഞ്ഞില്ലേ? പോക്കോട്ടാ. എത്ര മോഡുണ്ട് ശരിക്ക്? കുറെ മോഡുണ്ടല്ലേ? എല്ലാം നോക്കിണ്ടാ? ഇപ്പൊ അടിച്ച നല്ല രസമുണ്ട്. അടിച്ചു പോയിട്ട് സൂം ചെയ്ത് അല്ല എല്ലാം പറ്റില്ല. അടുത്തുനിന്ന് എടുക്കാൻ പറ്റില്ല വീഡിയോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഇനി ഇവിടെ നിൽക്കാൻ പറ്റുന്നൊക്കെ തോന്നണില്ല. നമുക്ക് വേഗം വിട്ടോ. അതെ, ഇനി ചിലപ്പോ പ്രശ്നമാക്കാന്ന്. ഒന്ന് പോവാ. ഇതിന്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാട്ടോ. സൗണ്ട് നീറ്റ് സൗണ്ട് അല്ലേ? അതാണ്. നമുക്ക് ഓണാക്കിയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. നമുക്ക് പോന്നാ ഇറങ്ങാം. ബാ വണ്ടി എടുത്തോ. അവൻ പൊട്ടിക്കും. അവനോട് പറഞ്ഞോക്ക് പോട്ടാ. ശരി, ഇവിടെ കാക്കിയ. ബാക്ക് വ്യൂ നല്ല രസമുണ്ടല്ലേ ശരിക്കിന്റെ? അടിപൊളി. ഫ്രണ്ടിലൊരു 124 പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി വണ്ടി ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. വേണ്ട രസമുണ്ടല്ലേ? ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ ആ 124. സംഭവം നമ്മുടെ ആ ചങ്ങരകുളം എടപ്പാള ഭാഗം ഉണ്ടല്ലോ, അവിടെയുള്ള വണ്ടിയാണ്. ഇതാണ് ആ വണ്ടി. നമ്മൾ തടഞ്ഞു നിർത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ ഇവന് സിബിയേട്ടൻ്റെ അവിടെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമ്മളങ്ങനെ സിബിയേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആ ബെൻസ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോനെ ഏത് സീരിയസ് ആണെന്നറിയാം. ഫുള്ള് ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് വണ്ടി. ഞാൻ കാണിച്ചു തരാം. ഏത് ലുക്കിലെ അടിപൊളി കേട്ടോ. കളറും നൈസായിട്ടുണ്ട്. ഇൻറ്റീരിയറും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ വീൽസ് ആയാലും വണ്ടി മൊത്തത്തിലെ മൂടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിള്ളേർ. നൈസായിട്ട് ലെയർ ചെയ്തൊക്കെ എടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നെ. അപ്പോൾ ഇതാ സിബിയുടെ വർക്ക്ഷോപ്പിലുണ്ട്. നമ്മൾ സിബിയുടെ ബെൻസ് എടുക്കുന്നുണ്ട് ഇവിടെ. ഇനി അതെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അതുപോലെ സിവിക്ക് ഉണ്ട്, സിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ സിബിയേട്ടൻ. ഇത് സിബിയേട്ടൻ്റെ വണ്ടി തന്നെയാണ്. ഇതിൻ്റെ വീൽസ് നല്ല രസമുണ്ടല്ലേ? ഇതിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നുള്ള വണ്ടി കാണാം, വഴിയെ കാണാൻ വേണ്ടി. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട്. വേറെ തന്നെ ഒരു ലോകമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ സിബിയേട്ടൻ്റെ വർക്ക്ഷോപ്പ്. പ്രാഡോ അങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ ഒക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കാണുന്നത് ഇവിടെ നിന്നാണ്. എൻ്റെ മോനെ. ഇത് ആക്ച്വലി നമ്മുടെ അജിംഷയുടെ പോഷാണ്. ഇത് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അജിംഷ തന്നെ വേറൊരു പോഷൻ കൂടി എടുത്തിട്ടുണ്ട്. 911 എടുത്തിട്ടുണ്ട്.
അതൊരു 2-3 ദിവസം മുന്നോട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ട് ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി തിരിച്ചു കൊണ്ടുപോയി. അത് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ വണ്ടി ഞാൻ മുന്നേ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഷോവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഷോയിലും നിങ്ങൾ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സിവിക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. സിവിക്ക് ആക്ച്വലി ഞാനൊരു മിസ്സിങ് ആയിട്ട് ഇവിടെ ഇട്ടിട്ട് പോയതാണ്. പക്ഷേ പിറ്റത്തെ ദിവസം സിബിയേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ മിസ്സിങ്ങും ഇല്ല, ഒന്നുമില്ല, പക്ക ക്ലിയർ ആയി എന്നാണ് സിബിയേട്ടൻ പറഞ്ഞത്. പക്ഷെ എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, കാരണം വേറെ എവിടെയും പോയിട്ട് ആ സെയിം മിസ്സിങ് തന്നെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ എന്തായാലും സിബിയേട്ടൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ്, സ്റ്റിയറിംഗ് ബോക്സിന് ലീക്ക് ഉണ്ട്, അതും ക്ലിയർ ആക്കാനുണ്ട്. പിന്നെ മെയിനായിട്ട് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് ലിപ്പാണ് കേട്ടോ. അല്ല ചെയ്തെടുക്കില്ലേ, സിബിയേട്ടൻ മൂടാക്കി തരാമെന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചായൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ചായന് തിരക്കായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇനിയിപ്പോൾ നമ്മുടെ സിബിയേട്ടൻ പണി തരും. ഇതേപോലെ ഇവിടെ സിലിക്ക ഒരു പോപ്പ് എടുക്കുന്നുണ്ട്, നൈസായിട്ടുണ്ട് അല്ലേ. ഇത് നമ്മുടെ ബെൻസെറ്റ് വന്നില്ലേ, അവൻ്റെ ഗ്യാങ്ങിലുള്ള വണ്ടി തന്നെയാണ് ഇത്. അതുപോലെ ഉള്ളിൽ സിലിക്ക എടുക്കുന്നുണ്ട്, അതും അവരുടെ ഗ്യാങ്ങിലുള്ള വണ്ടി തന്നെയാണ്. അതുപോലെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിന്യാമിയുടെ വണ്ടി എടുക്കുന്നുണ്ട്. ഈ വണ്ടി നമ്മുടെ പണി മൂവിയിലുണ്ട്. അതുപോലെ നമ്മുടെ വ്ളോഗിൽ മുന്നേ കണ്ടിട്ടുണ്ടാവും, തൃശ്ശൂർ ഷോയുടെ ടൈമിൽ നമ്മുടെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ബാക്കിലേക്ക് ഒരുപാട് വണ്ടികളുണ്ട്, പിന്നെ ബിൽഡ് ചെയ്ത് വരുന്ന വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട്, ഇതും നമ്മുടെ അജിംഷറ വണ്ടിയാണ്. ഞാൻ അങ്ങോട്ട് പോകാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അത് ആക്ച്വലി റിവീൽ ചെയ്തതിന് ശേഷം കണ്ടാൽ മതി എന്നുള്ള ലെവലിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് പോയിട്ട് ആ സർപ്രൈസ് പൊളിക്കണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ സിബിയേട്ടൻ്റെ ലോകം. ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ, അതിങ്ങനെ കിടക്കണ പോലല്ല. ഇതുപോലെ ഒരുപാട് പുലിക്കുട്ടികൾ വരാറുണ്ട്, സിബിയേട്ടൻ പണി ഏൽപ്പിക്കാറുണ്ട് അല്ലേ. എവിടെയും പണിയാത്ത വണ്ടികൾ ഇവിടെ വന്നിട്ട് സിബിയേട്ടൻ സിമ്പിളായിട്ട് പണി ഏൽപ്പിച്ചിട്ട് വിടാറുണ്ട്. ഇടയ്ക്കല്ല, എപ്പോഴും. നമ്മൾ തന്നെ ദുബൈയിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിക്കാറ്. ഒന്നാമത് അഫോർഡബിൾ ആണ്, രണ്ടാമത് മൂപ്പര് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് സോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ വണ്ടിയും പക്കയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തരണം, നമുക്ക് വണ്ടി എടുത്തിട്ട് വ്ളോഗ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഫ്രെയിമും നല്ല രസമുണ്ട് അല്ലേ. എൻ്റെ മോനെ, ഇതൊക്കെ റയറാണ് കേട്ടോ. നാട്ടിലങ്ങനെ വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. സീന് സാധനമല്ലേ. അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്ക്. ഇതാണ് ചെക്കൻ്റെ ഇൻസ്റ്റ ഐ ഡി, ചെക്ക് ചെയ്ത് നോക്ക്. അതുപോലെ അതിൻ്റെ എക്സോസ്റ്റിൻ്റെ ആ ഒരു സൈസ് കണ്ടോ, എൻ്റെ പൊന്നെ. ഇത് വീഡിയോയിൽ കാണാൻ പോലെ കേട്ടോ, നല്ല വലുപ്പമുണ്ട് ആക്ച്വലി, കൊള്ളാം. അതുപോലെ ഇവിടെ ഇതിലൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവരുടെ തന്നെ ഗ്യാങ്ങിലുള്ള ഒരു വണ്ടിയാണ്. ഞാൻ അവിടെ പണി അടക്കണോണ്ടാണ് വലിയ കാര്യമായിട്ട് കാണിക്കാത്തത്. കണ്ടോ, അവിടെ പണി അടക്കുന്നുണ്ട്. അത് അങ്ങനെ എടുക്കണം നോക്കണ്ട, ഫുള്ള് പണി കഴിഞ്ഞിട്ട് കൂളായിട്ട് ഇറങ്ങും. അത് ഫ്രെയിമിൽ നിന്ന് ഇങ്ങനെ മാറാൻ പറ്റില്ല. ആക്ച്വലിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആറൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ഒരു തീം വരുന്നുണ്ട് കാല് കൊടുക്കുമ്പോ, ആ ഒരു ഫീലുണ്ട്. ഇത് നമ്മുടെ ഷിനാൻ എന്നൊക്കെ പറയട്ടെ. ഇത് നമ്മുടെ ബെൻസെറ്റ് വന്നത് ഇവനാണ് 24/8 വന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പിന്നെ ഒരു പോളോ ഉണ്ട്, ഒരു ഗ്രീൻ പോളോ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അതായിട്ട് വേറെ ദിവസം ഇറങ്ങാം അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവൻ്റെ തന്നെ വണ്ടിയാണ് ഈ ഒരു സിലിക്കും ഈ പോപ്പപ്പ്. അതുപോലെ ആ ഒരു സിലിക്കും അവൻ തന്നെ. ഇവരുടെ ഗ്യാങ്ങിലുള്ളതാണ് കേട്ടോ. ഇവർ കുറച്ച് വണ്ടികളും കുറച്ച് ഗ്യാങ് ടീംസ് ഉണ്ട്. ഇവരുടെ ഗ്യാങ്ങിനൊക്കെ ഒന്ന് പരിചയപ്പെടണം പോയിട്ട് അല്ലേ, ഇൻഷാ അല്ലാഹ്. ഇത് പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ മുന്നേ വീഡിയോസിലുണ്ട്, ഇത് കേട്ടിട്ടുണ്ടാവും. എൻ്റെ പൊന്നെ, ഈ രണ്ട് വണ്ടി ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുട്ടാ. നമുക്ക് ഡ്രോപ്പായി എടുക്കാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം വരാം. നമ്മൾ നൈസായില്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ആരടാ അത് നിന്റെ ഇടയിൽ കൂടെ ഒരു ബൈക്ക് പോയി.
പോണു സീനയുടെ അവസ്ഥ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം. റണ്ണിങ്ങിൽ അതിൻ്റെ ഒരു വ്യൂ നോക്കിക്കൊണ്ടാ നല്ല രസമുണ്ടല്ലേ. എൻ്റെ മോനെ സീൻ അടിപൊളി. ഇത്രയുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്.